ഹായ്, എല്ലാവർക്കും സെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പം തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ചിക്കൻ റാപ്പാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 300 ഗ്രാം ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു നാരങ്ങയുടെ പകുതി അതുകൂടി നമുക്കിതിൽ പിഴിഞ്ഞൊഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വെച്ച ഈ കൂട്ടിനെ നമുക്ക് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 20 മിനിറ്റിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു വശം മൂത്ത് വരുമ്പോൾ നമുക്കതിനെ തിരിച്ചിട്ട് കൊടുക്കാം. മസാല ചേർത്ത ചിക്കൻ 20 മിനിറ്റെങ്കിലും വയ്ക്കുക. കൂടിപ്പോയാലും കുഴപ്പമില്ല, 1 മണിക്കൂർ വരെയൊക്കെ ആവാം. 2 വശവും നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്കിതിനെ അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഈ ചിക്കനെ നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന സമയം എല്ല് ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുക. ഞാനൊരു കുബൂസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ നടുവിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കാം ഒരു സൈഡിൽ. അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഇത്തിരി ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ, പിന്നെ വെജിറ്റബിൾസ്, ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം. പിന്നെ ഒരു സ്ലൈസ് ചീസ് അതുകൂടി വെച്ച് നമുക്കിതിനെ ഫോൾഡ് ചെയ്തെടുക്കാം. വളരെയധികം ടേസ്റ്റുള്ള ഒരു റാപ്പാണിത്. നമുക്കിതുപോലെ തന്നെ മറ്റുള്ളതും ചെയ്തെടുക്കാം. മയോണൈസ്, അതിൻ്റെ മുകളിൽ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നീട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, പിന്നെ വെജിറ്റബിൾസിൽ ഇഷ്ടമുള്ളതെല്ലാം ചേർക്കാം. കുക്കുമ്പർ അടക്കമുള്ള എന്ത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഒരു സ്ലൈസ് ചീസും കൂടി വെച്ചിട്ട് നമുക്കതൊന്നും കൂടി ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അതിനായി ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ടിനെ വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 1 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്കിതിനെ അടുപ്പിൽ നിന്ന് മാറ്റാം. ചീസെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ ഈ ഒരു വിഭവം നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിലും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക.